പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ ഭാരത സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ച പൂർവ്വ സൈനിക സംഘടനകളുടെയും ജനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂരിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടക്കുകയാണ്. വിളക്കുംതറ മൈതാനിയിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുന്നു. തത്സമയത്തിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ അത് ഒരുപക്ഷെ ഭീകരതയ്ക്കുള്ള കനത്ത തിരിച്ചടി എന്നതിലപ്പുറം ലോകത്തിന് നൽകുന്നത് ഒരു വളരെ വലിയൊരു സന്ദേശം കൂടിയാണ്. ഭീകരതയ്ക്കെതിരെ എത്രത്തോളം പടപൊരുതണം എന്നുള്ളൊരു സന്ദേശമാണ്. അതിലേറെ ശ്രദ്ധേയം എന്നുള്ളത് നാരി ശക്തി നയിച്ച ഭാരതത്തിൻ്റെ സൈന്യം, അത് സൈന്യത്തിൻ്റെ ശക്തി തന്നെയാണ് ലോകം കണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ജനങ്ങളൊക്കെ തന്നെയും സൈന്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. ഈ അഭിവാദ്യങ്ങളുടെ ആ ഒരു നന്ദിയും ഒക്കെ തന്നെയും ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സൈന്യത്തോടുള്ള ആ ഒരു അടങ്ങാത്ത ആവേശം തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും വിഷ്ണു, നമുക്ക് ഒരു ജനങ്ങൾ എത്രത്തോളം ഈ ഒരു തിരിച്ചടി ആഗ്രഹിച്ചിരുന്നല്ല, എത്രത്തോളം അഭിമാനകരമായ ഒരു തിരിച്ചടി തന്നെയാണ് ഈ തീവ്രവാദത്തിന് ഭാരത സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ വെളിവാകുന്നത്. ഈ പാകിസ്ഥാന്റെ ഭീകരതയെ അടിച്ചമർത്തിയ ഭാരത സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് കണ്ണൂരിലെ പൂർവ്വ സൈനികരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഒന്നാകെ നിരത്തിലിറങ്ങിക്കൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ച. ബഹുജനങ്ങൾ, നമുക്ക് അത്രയധികം ആളുകളെ ഈ ഒരു തിരങ്കാ യാത്രയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം ത്രിവർണ്ണ സ്വാഭിമാന യാത്രയാണ്. എല്ലാ കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ഭാരതത്തിന്റെ ദേശീയ പതാക കയ്യിൽ കരുതിക്കൊണ്ട് കൃത്യമായും ഈ പാകിസ്ഥാന് ഭീകരതയ്ക്ക് നൽകിയ തിരിച്ചടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഇപ്പോൾ നടന്നു വരുന്നത്. കണ്ണൂരിലെ വിളക്കുംതറ മൈതാനത്ത് നിന്ന് ആരംഭിച്ച ഈ ഒരു യാത്ര ഇപ്പോൾ യുദ്ധസ്മാരകത്തിൽ സമീപം എത്തിയിട്ടുണ്ട്. ഇവിടെ പുഷ്പാർച്ചനയും അതുപോലെ തന്നെ തുടർന്ന് ദീപം തെളിയിക്കലും നടക്കും. തുടർന്നൊരു പൊതുസമ്മേളനം കൂടി നടക്കുന്നുണ്ട്. ഏതായാലും എത്രത്തോളം ഭാരതത്തിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ഒരു ഭീകരവാദത്തിന് ഏത് രീതിയിലാണ് ഭാരതത്തിന്റെ സൈന്യം തിരിച്ചടി നൽകിയത് എന്നത് നാം ഏവരും കണ്ടതാണ്. ആ തിരിച്ചടിയിൽ ഈ നാട്ടിലെ ഓരോ ജനങ്ങളും എത്രത്തോളം സന്തോഷവാന്മാരാണ്. അർഹിച്ച രീതിയിലുള്ള മറുപടി ഈ ഭീകരവാദത്തിന് നൽകിയെന്നതിൽ ഒരു നാട്ടുകാർ ഒന്നടങ്കം സന്തോഷിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഓരോരുത്തരും ഈ ഒരു തിരിച്ചടിയിൽ അഭിമാനം കൊണ്ടുകൊണ്ട് തന്നെയാണ് സൈന്യത്തിനും ഭാരത സർക്കാരിനും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ഒരു ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ അണിനിരക്കുന്നത്. വിഷ്ണു, മിഥുൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്ന ധീര ദേശസ്നേഹികളുടെയൊക്കെ തന്നെയും അവർക്കായുള്ള ആദരവ് തന്നെയാണ്, സൈന്യത്തിനുള്ള ആദരവ് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും സൈന്യത്തെയും അഭിനന്ദിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ തിരങ്കാ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വളരെ വലിയൊരു ആഘോഷമാക്കുകയാണ് ഭാരതത്തിൻ്റെ ഈ ഒരു പോരാട്ട വിജയത്തെ എന്ന് വേണം കരുതാൻ. ഒപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം സൈന്യത്തിന് മുന്നിൽ ശക്തിയായി നിന്നത് നാരീശക്തിയാണ്. വനിതാ കമാൻഡോകളാണ് ഇപ്പോൾ ആ ഒരു ദൗത്യത്തിനൊക്കെ തന്നെയും നേതൃത്വം നൽകിയത്. എന്തുതന്നെയായാലും ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു ത്രിവർണ്ണ പതാക ഏന്തിയുള്ള യാത്രയിൽ മുന്നിട്ട് നിൽക്കുന്നത് വനിതകൾ എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ. തീർച്ചയായും വിഷ്ണു, കാരണം നമുക്കറിയാം ഭീകരവാദികൾ കണ്ണീര് വീഴ്ത്തിയത് ഭാരതത്തിലെ അമ്മമാരുടേതാണ്, ഭാര്യമാരുടേതാണ്, മക്കളുടേതാണ്. ആ ഒരു ഭീകരവാദത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന കൃത്യമായ സൈനിക നടപടിയിലൂടെ ഭാരതം മറുപടി പറയുകയും ഒടുവിൽ പാകിസ്ഥാൻ തന്നെ ഭാരതത്തിന്റെ സൈനിക നടപടിയിൽ കീഴടങ്ങുകയും ചെയ്തത് നാം കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന അഭിമാനകരമായ ഈ ഒരു സൈനിക നടപടിയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഭാരതം പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് മേൽ നേടിയ വിജയത്തിന് കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ത്രിവർണ്ണ സ്വാഭിമാന യാത്രയുമായി കണ്ണൂരിലെ ജനത റോഡിലിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എന്ന് വേണ്ട പ്രായഭേദമന്യേ ഏവരും ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഈ ഒരു ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ അണിനിരന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു യാത്ര കണ്ണൂരിലെ യുദ്ധ സ്മാരകത്തിന് മുൻപിലെത്തും. അവിടെ
പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന മഹത്തായ പോരാട്ടത്തെ ഭാരത സൈന്യം നൽകിയ തീവ്രവാദികൾക്ക് നൽകിയ മറുപടിയെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ പുഷ്പാർച്ചനയും അതുപോലെ തന്നെ ദീപം തെളിയിക്കലും നടക്കും. തുടർന്ന് പൊതുസമ്മേളനവും നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ ഒരു ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ പൂർവ്വ സൈനികരുണ്ട്, ദേശസ്നേഹികളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അമ്മമാരുണ്ട്. എല്ലാവരും അണിനിരന്നുകൊണ്ട് ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള തീവ്രവാദത്തെ നാം പ്രതിരോധിക്കേണ്ടത് എന്നതിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു ജനങ്ങളുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. വിഷ്ണു, പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ ഭാരത സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ച് പൂർവ്വ സൈനിക സംഘടനകളുടെയും ജനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടക്കുകയാണ്. വിളക്കുംതറ മൈതാനിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഒപ്പം വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ളയും.